ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞൂസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിനി അടുത്തത് തയ്യാറാക്കാൻ പോകുന്നത് അമൃതം പൊടി കൊണ്ട് നമ്മൾ ലഡു ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല സ്വീറ്റായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡു ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കര ഇതിൻ്റെ ഈ സൈഡിലൊക്കെ ഇരിക്കുന്നത് തൊട്ട് മുന്നേ തന്നെ ഞാൻ പഞ്ചസാര പുഡിങ്ങിലേക്ക് കാരമലൈസ് ചെയ്തതിൻ്റെ പാത്രം തന്നെയാണ്. അത് കാരണമാണ് ഇതിൻ്റെ സൈഡിലൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മെൽറ്റായിട്ട് ഒന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മെൽറ്റായതിന് ശേഷം ഞാൻ ഇതൊന്ന് മാറ്റിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്കും മതി. പിന്നെ ശർക്കരയുടെ അളവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര പൊടിയാണോ എടുക്കുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ശർക്കരയും കൂട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതിനനുസരിച്ചുള്ള ഒരു ക്വാണ്ടിറ്റി പൊടിയാണ് എടുക്കണുള്ളൂ. അപ്പോൾ ഇത്ര ശർക്കര പൊടിയാണ് എടുത്തിട്ട് ഒന്ന് ഉരുക്കിയിട്ട് മാറ്റി വയ്ക്കുന്നത്. അതിനുശേഷം ഞാനൊരു ഫ്രൈ പാൻ ഞാൻ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 4 ടീസ്പൂണ് നെയ്യ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടായി വരുന്നതോട് കൂടിയിട്ട് ഞാൻ മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണക്ക മുന്തിരിയില്ലേ, അത് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പ് അങ്ങനെയുള്ള നട്ട്സ് ഒക്കെ ഉണ്ട് വെച്ചാൽ ഇട്ട് കൊടുക്കാം. ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പം മുന്തിരി സ്റ്റോക്കുള്ളൂ, അപ്പം ഞാൻ അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു അരമുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് കളർ മാറി വരണമെന്നൊന്നുമില്ല. ഇതിന്റെ കൂട്ടത്തിൽ ഇതൊന്ന് ചൂടായി വരുന്നതോട് കൂടിയിട്ട് ഞാൻ ഒരു 3 ഗ്ലാസ് പൊടി, അമൃതം പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്നതോട് കൂടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മുന്തിരി ഉണ്ടല്ലോ, ആ മുന്തിരി ഞാൻ വീണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കര പാനി ഉണ്ടല്ലോ, അതൊരു അരിപ്പ വെച്ചിട്ട് ഞാൻ അരിച്ചിട്ട് ഇതിൽ ഒഴിക്കുന്നുണ്ട്. അരിപ്പ വെച്ച് തന്നെ ഒഴിക്കണം കേട്ടോ, ഇല്ല വെച്ചെങ്കിൽ അതിൽ കല്ലും പിന്നെ ഈ ശർക്കരയുടെ ഓല അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും. അതിനുശേഷം ഞാൻ 2 ടീസ്പൂണ് ഏലക്കായ പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ വീണ്ടും നമുക്കിതൊന്ന് ഇളക്കിയിട്ട് എടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ശർക്കരയൊക്കെ ഇതിൽ നമ്മുടെ ഈ മാവിലും നാളികേരത്തിലും ഫുള്ളായിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം. അപ്പോൾ അതിന് ശേഷം ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇത് ഇപ്പോൾ നല്ല ചൂടുണ്ട്. ഒന്ന് ചൂടാറിയതിന് ശേഷം എന്ന് വെച്ചാൽ നല്ലതുപോലെ ചൂടാറേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിലേക്കൊന്ന് വെച്ച് ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള ചൂടാവുമ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് ഒന്ന് ഉരുട്ടിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പൊ കയ്യിൽ പറ്റി പിടിക്കുകയാണ് ചിങ്ങ നെയ്യോ അല്ല ചിങ്ങ വല്ല വെളിച്ചെണ്ണയോ നമുക്ക് കയ്യിൽ തേച്ചിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഒന്ന് ഉരുട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ ലഡു തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ എന്താ പറയാ, ആ 3 ഗ്ലാസ് പൊടി വെച്ചിട്ട് എനിക്കൊരു 15ഓളം ലഡു എനിക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല എന്താ പറയുക സ്വീറ്റ് ആയിട്ടുള്ള ലഡു നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടമാവുന്ന ഒന്നാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.